മുട്ടയും മൈദയും വെച്ചിട്ടൊരു കിടിലൻ സ്നാക്കാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ഏകദേശം നമ്മൾ പപ്സിൻ്റെ ഒക്കെ പോലെ ഇരിക്കും. പപ്സിൻ്റെ പോലെ വെച്ചാൽ അതുപോലില്ല, എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് കേട്ടോ. പപ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പപ്സിൻ്റെ ലീഫ് ഉണ്ടാക്കില്ല, അതൊക്കെ ഇത്തിരി മെനക്കെടല്ലേ. ഇത് നമുക്ക് ഏകദേശം അതേ ടേസ്റ്റും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കതിൻ്റെ മസാല ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തു. എന്നിട്ട് അതിൽ സവാള, ഞാനൊരു 3-4 സവാള ഇട്ടിട്ടുണ്ട്. ഞാൻ അത്രയും ഉണ്ടാക്കുന്നു, ഞാനൊരു 4 ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 4 സവാള ഇട്ടു. ചെറിയ സവാള ആയിരുന്നു. ഇഞ്ചി വെള്ളുള്ളി ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഇതിന് പിന്നെ നമുക്ക് മൈദേൻ്റെ ബാറ്റർ ഉണ്ടാക്കണം, അതും പണിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മസാല ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഞാൻ മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 മുട്ട എടുത്തിട്ട് 4 മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം എന്ന് വെച്ചാൽ നല്ലോണം അല്ല, എന്നാലും ഒന്ന് വഴണ്ട് കിട്ടണം. പിന്നെ ഇതിൽ മസാല ഇടുന്നത് നമ്മൾ മെയിനായിട്ട് ഇടുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല വേണമെങ്കിൽ ഇടാം, അങ്ങനെ കേട്ടോ. വേറെ കുറേ ഒന്നുമില്ല, തക്കാളി ഒന്നും ഇടുന്നില്ല ഞാൻ. ഓക്കെ, അപ്പം ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട്, മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടാണ് ഈ വഴറ്റുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബാക്കി മസാലയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുളക് പൊടി ഇട്ട്, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിവൊന്നും ഇല്ലാത്തതാണ്. അപ്പം അതിട്ടു. പിന്നെ മല്ലിപ്പൊടി ഇട്ടു. ഒക്കെ ഓരോ ടീസ്പൂൺ വീതമൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ, കാരണം അത്രയും സവാള ഉള്ളൂ. ഇത് നമ്മുടെ ചിക്കൻ മസാല കേട്ടോ, അതും ഇട്ടു. പിന്നെ ഞാൻ ചിക്കൻ മസാല ഇട്ടതുകൊണ്ട് ഞാൻ പിന്നെ ഗരം മസാല ഇട്ടിട്ടില്ല, കാരണം ചിക്കൻ മസാലയ്ക്ക് അത്യാവശ്യം എരിവുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ മല്ലിയില ഇടാം. ഇത് ഈ കുട്ടികൾ വൈകുന്നേരമൊക്കെ വരുമ്പോൾ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആട്ടോ. ഭയങ്കര ഹാപ്പിയാവും അവർ, കാരണം ഇതിൻ്റെ അകത്ത് വേറെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സവാള വഴറ്റുന്ന പണിയാണ് മെയിനായിട്ട് വരുന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്തത് നമ്മൾ മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദ മാവ് എടുത്തിട്ട് കുറച്ച് കാക്കി. ഇനിയിപ്പം നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മൈദയ്ക്ക് വരും ഗോതമ്പ് പൊടി എടുത്താലും നല്ലതാട്ടോ. അപ്പം ഇങ്ങനെ ചെറിയ നമ്മൾ സാധാരണ ഉണ്ടാക്കില്ലേ മൈദദോശ, അതുപോലെ മൈദദോശ ഒന്ന് ചുട്ടെടുത്തു. ഇങ്ങനെ അപ്പുറം മറിച്ചിട്ട് ചുട്ടെടുത്തു. ഇത് നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ടാക്കിയാൽ നല്ലതാണ്. ഞാൻ പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കിയത് മൈദ മാവ് വെച്ചിട്ട് ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ റെഗുലറായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും ഗോതമ്പ് മാവ് എടുക്കുന്നത് കേട്ടോ നല്ലത്. ഇതിപ്പോൾ ഞാൻ 2 ചുട്ടെടുക്കാൻ ഒരു 3-4 ദോശ, നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും മാവ് നമ്മൾ ചുട്ടെടുക്കുന്നു. എന്നിട്ട് അതിലൊരു ദോശ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് നമ്മൾ ഈ മാവ് ഇട്ട് കൊടുത്തു. ഈ മസാല ഇട്ട് കൊടുത്തു. അത്യാവശ്യം കേട്ടോ മസാല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടെന്ന്, അതും പകുതി മുറിച്ചിട്ട് ഒരു പീസ് വെച്ച് കൊടുത്തു ഉണ്ടോ വെച്ചു. എന്നിട്ട് നമ്മളതിനെ ഒന്ന് മടക്കിയിട്ട് ഇതാക്കണം. അപ്പം വെളിച്ചെണ്ണ ഇട്ടാലും ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ മൈദമാവിൻ്റെ ബാക്കി ഇങ്ങനെ കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ ആ മൈദമാവിനെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. എല്ലാ സൈഡും ഒന്ന് പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൈദമാവിൽ ഇങ്ങനെ ആക്കി കൊടുത്തു. ഇപ്പം ഇങ്ങനെ ആക്കണമല്ലോ, അവസാനത്തെ മടക്കിൽ മാത്രം ഇങ്ങനെ ഒട്ടിച്ചാലും മതി. ഞാൻ ആദ്യത്തേന് മാത്രമാണ് ഇങ്ങനെ എല്ലാ സൈഡും ഒക്കെ ഒട്ടിച്ചത്. ബാക്കിയുള്ളതിനൊക്കെ ഞാനിങ്ങനെ അവസാനത്തെ ലെയർ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ഇതിനെ പൊതിഞ്ഞിങ്ങനെ വെക്കുക. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതും കൂടി, ബാക്കി 4 എത്രയാണ് നമ്മളിലുള്ള എല്ലാം ഇങ്ങനെ ചെയ്തിട്ട് ആക്കുക കേട്ടോ. ഉണ്ടായത് ഇപ്പോൾ ഞാൻ 4 ഉണ്ടാക്കിയത്. ആ 4 ഞാൻ ഇങ്ങനെ ആക്കി നമുക്ക് ഫുൾ കവർ ചെയ്ത് കിട്ടും. നമ്മൾ എന്ത് ചെയ്തു, ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത്തിരിയേ വെളിച്ചെണ്ണ കേട്ടോ. നമുക്ക് അതിൻ്റെ കാരണം ഇത് എല്ലാം വെന്ത് റെഡി ടു ഈറ്റായ സാധനങ്ങളാണ്. അപ്പം നമുക്ക് അതിനകത്ത് ഒരുപാട് വേവിക്കുകയും മുക്കി പൊരിക്കുകയും ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് തടവി കൊടുത്തിട്ട് അതിന് നമ്മളിങ്ങനെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. 2 സൈഡ് 4 സൈഡും ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചിട്ട് ഉണ്ടോ അതിനൊന്ന് ചെറുതായിട്ടൊന്നൊരു ഷാലോ ഫ്രൈ പോലെ എടുത്തെടുക്കുക കേട്ടോ. ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ചുട്ടെടുക്കണ പോലെ വേണ്ട. ഇപ്പോൾ ഒരു സൈഡായി. എങ്ങനെ നമ്മൾ 4 സൈഡും ഒന്ന് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി സാധനം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇത്രയും അടിപൊളിയായിട്ട് കിട്ടുന്നുള്ള ടേസ്റ്റുള്ള സാധനം എന്നുള്ളത്. ഉണ്ടാക്കുന്ന സമയത്ത് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി കേട്ടോ.
നല്ല നല്ല അപ്പോൾ നമുക്ക് ഈസിയാണല്ലോ, ഉണ്ടാക്കാനും ഈസിയാണ്, നമുക്ക് വലിയ മെനക്കെടൊന്നുമില്ല. ഇപ്പോൾ 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം, ഇപ്പോൾ കുറച്ച് 2 ആളെ വിളിച്ച് 2 ഉണ്ടാക്കി, 2 മൈദദോശയും ഒരു 2 സവാള എടുത്തിട്ടുള്ള പരിപാടിയേ ഉള്ളൂ കേട്ടോ. അത് നല്ല, അപ്പം കുട്ടികളൊക്കെ വരുമ്പോൾ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കും സന്തോഷമാവും. നല്ലൊരു സാധനം കേട്ടോ. എന്നാൽ നമുക്ക് എണ്ണയൊന്നും കുറേ ഉപയോഗിച്ചൊന്നും അങ്ങനത്തെ ഒരു കുറ്റബോധമൊന്നും വേണ്ട. ഗോതമ്പ് മാവ് വെച്ച് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.